വീണ്ടും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇടിയപ്പം ഉണ്ടാകുന്ന അച്ചിനെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അച്ച് നമ്മൾ കൈ കൊണ്ടല്ലേ നമ്മൾ കറക്കി ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒരു മെഷീൻ മേടിച്ചു, ആ മെഷീൻ വെച്ചാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം വീഡിയോ ഫുള്ള് കണ്ട് നോക്കിയിട്ട് വേണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോഴേ ആ മെഷീനും കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയാൽ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ ഷോൾഡറിനൊന്നും വേദന വരത്തില്ല. മറ്റേത് നമ്മൾ കൈ കൊണ്ടൊക്കെ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ രണ്ട് കൈക്കും വേദനയാണ്, ഷോൾഡറിനും കൈക്കും ഒക്കെ വേദനയാകും. അപ്പോൾ നമുക്ക് അതിന് പകരമാണ് ഇപ്പോൾ ഒരു മെഷീൻ ഇറങ്ങിയിട്ടുണ്ട്. ഈ മെഷീനിനകത്തോട്ട് നമ്മൾ ഈ അച്ചിറക്കി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ കറക്കിയാൽ മതി. ഇതാണ് മെഷീന്, ഞാനിത് മേടിച്ചതാണ്. ഇതിനകത്ത് നമ്മൾ ഈ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നും അറിയേണ്ട, സിമ്പിളാണ്. ഒന്ന് കറക്കി കൊടുത്താൽ മാത്രമേ മറ്റേ നമ്മൾ രണ്ട് കൈയും കൊണ്ടും നല്ലതായിട്ട് ബലം പ്രയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇടിയപ്പത്തിൻ്റെ നൂൽ ഇടിയപ്പം ഇറങ്ങി വരത്തുള്ളൂ. അപ്പം നമുക്ക് നോക്കാം. ഇത് ഈ സ്ക്രൂ ഉണ്ടല്ലോ, ഇത് ലൂസാക്കി മുറുക്കിയിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്താൽ മതി. അപ്പം നിങ്ങളും മേടിക്കണം ഇതുപോലെ കേട്ടോ, എളുപ്പമാണ്. ഇതുപോലെ മെഷീൻ വെച്ചിട്ട് അച്ച് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ ആ സ്ക്രൂ വെച്ചൊന്ന് മുറുക്കി കൊടുത്താൽ മതി. മുറുക്കി കൊടുത്തിട്ട് നമ്മൾ ചുമ്മാ മണ്ടയ്ക്ക് പിടിച്ചൊന്ന് കറക്കി കൊടുത്താൽ മതി. അടിപാത്രം വെച്ച് കൊടുക്കണം. അതിൻ്റെ അകത്തോട്ട് നമുക്ക് എളുപ്പം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ. നമ്മൾ കൈ കൊണ്ട് മറ്റേ പഴയ രീതിയിൽ നമ്മൾ രണ്ട് കൈ കൊണ്ടും പിടിച്ച് കറക്കൊന്നും വേണ്ട, എളുപ്പമുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. ഇനിയും കറക്കി കൊടുക്കുന്നുണ്ട്, ഇതുപോലെ കറക്കിയാൽ മതി, ഒരു പ്രയാസമില്ല. അടിപാത്രം വെച്ച് ഒഴിക്കുമ്പോൾ നമ്മുടെ നൂലപ്പം പാത്രത്തിൽ ഇതുപോലെ വീഴും. അപ്പോൾ നമുക്ക് തയ്യാറെടുക്കാം. ഞാൻ നല്ലതായിട്ട് പൊടിച്ച് വെച്ച പുട്ടുപൊടിയാണിത്, അപ്പപ്പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ വേണം കുഴയ്ക്കാൻ. നല്ല തിളച്ച ചൂടുവെള്ളം എടുത്ത് അതിൽ നല്ലതായിട്ട് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മളിതുപോലെ മിക്സാക്കുക. ഒരുപാട് വെള്ളമായി പോകരുത്, പരുവത്തിനുള്ള വെള്ളമേ ആകാവൂ. നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും തവിയിട്ടോ ഈ ചട്ടുകം വെച്ചോ ഇതുപോലൊന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നനച്ചെടുക്കുക. നമ്മൾ കൈ വെച്ച് നല്ലതായിട്ട് മസാല ചെയ്യാൻ നോക്കാം. നല്ല മയം കിട്ടും കേട്ടോ. ഇടിയപ്പത്തിന് തിന്നാൻ തോന്നും. ഇടിയപ്പത്തിന് കറിയോ ഒന്നും വേണം തോന്നില്ല. നമുക്ക് പഞ്ചസാര ഇട്ടിട്ട് ഈ ഇടിയപ്പം ഉണ്ടാക്കി കഴിയുന്ന സൂപ്പറാണ്. ചെറിയ ചൂടുണ്ട്, കൈയൊക്കെ കൊല്ലും, എന്നാലും വേണ്ടില്ല. നമുക്ക് ശരിക്കും ആ ചൂടോടെ ഈ മാവ് നമ്മൾ മയമാക്കിയെടുക്കും. നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഇടിയപ്പം കഴിക്കാൻ പറ്റും. നല്ല മയമായിരിക്കും. രണ്ടപ്പം വെച്ച് കഴിക്കുന്നവരൊക്കെ 4 എണ്ണം കഴിക്കും. അതുപോലത്തെ മയം കിട്ടും, നല്ല സോഫ്റ്റായ അപ്പം. അപ്പം ഞാൻ മെഷീൻ എടുത്തു, അതിനകത്ത് പകുതി നിറച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഈ മെഷീനകത്തോട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് നേരത്തെ നമ്മൾ ഇതുപോലെ നമ്മൾ അടുത്തിരിക്കുന്ന ചെറുതായിട്ടുണ്ടോ നമ്മൾ തേങ്ങ തിരുമുന്ന അതേ മോഡലിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഈ കൈതേൽ ഇങ്ങനെ വെച്ച് ഫിക്സാക്കി വെക്കാണ്ട് അതവിടെ ഇരുന്ന്
ഇതിൻ്റെ സ്ക്രൂ വെച്ച് മുറുക്കി കൊടുക്കണം, നല്ലതായിട്ട് മുറുക്കി കൊടുക്കണം. അല്ലെങ്കിൽ ആടും നമ്മൾ തിരിക്കുന്നുണ്ടെന്ന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലതായിട്ട് മുറുക്കി കൊടുക്കണം. എന്നിട്ട് പാത്രം അടി വെച്ച് മുറിച്ച് തേങ്ങാപ്പീരി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കറക്കി കൊടുക്കാം. പിന്നെ എന്താണ് നമ്മൾ പാത്രത്തെ നമ്മൾ കൈ പിടിക്കണം. പാത്രം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചെങ്കിലേ നമുക്ക് റൗണ്ട് രീതി കിട്ടത്തുള്ളൂ. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചലിപ്പിക്കുക. ഒരുപാട് കട്ടിയായി പോകരുത്. കട്ടിയായി പോയാൽ അത് വേറെ ഒരു ഇത്രയാകും. ഇനി നമുക്കത് അടിവഴി മാറ്റി കൊടുക്കാം. ലൂസാക്കി കൊടുത്താൽ മതി.